നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളതേ ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഏരിയകളിൽ എന്താ പറയുക, പകുതി പൈസയ്ക്ക് പിന്നെ സ്കൂട്ടർ, അതുപോലെ തയ്യൽ മെഷീൻ, അങ്ങനെ പണ്ട് എന്തൊക്കെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ളതല്ല, എനിക്കുണ്ടായ വളരെ വലിയ ഒരനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. അത് വേറൊന്നുമല്ല, ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും നിൽക്കുന്ന സമയം. ആ സമയത്ത് അതായത് മരണത്തിൻ്റെ മുന്നിലായിരുന്നു ഞങ്ങൾ. ആ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടാൻ ഞങ്ങൾ ചിലപ്പോൾ അന്ന് രാത്രി ഒരു കൂട്ട ആത്മഹത്യയുടെ മുന്നിലായിരുന്നു ഞങ്ങൾ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് അതിന്ന് ഞാനൊരാൾക്കൊരു ഫോൺ ചെയ്യാണ്. ഫോൺ ചെയ്തു. അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഞാൻ 2 തവണ അങ്ങോട്ട് വിളിച്ചു. അപ്പോഴൊന്നും ഒക്കെ എൻഗേജ്ഡാണ്. അത് കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, പിന്നെ സംസാരിച്ചു. എൻ്റെ കാര്യങ്ങളിൽ വേണ്ടതുപോലെ ഇടപെട്ട് എനിക്ക് അന്ന് ഞങ്ങളിന്നൊരു 5 ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ആ മനുഷ്യൻ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അതാരാണെന്നല്ലേ, നമ്മളൊക്കെ പലപ്പോഴും പിന്നെ റോട്ടിലൂടെ പോലീസ് അകമ്പടിയോടെ കടന്നു പോകുന്ന മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ കാണാറുണ്ട് അല്ലേ? അതുപോലെ ഒരാൾ, അവരാരെങ്കിലും നിങ്ങൾക്ക് കണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായി. അത് ഞാൻ നിൽക്കുന്ന മണ്ഡലത്തിൻ്റെ MLA പോലും അല്ല. ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആരാണെന്നറിയാനല്ലേ? അത് വേറെ ആരുമല്ല, നമ്മുടെ പെരിന്തൽമണ്ണ മണ്ഡലം MLA ശ്രീ നജീബ് കാന്തപുരം. ആ ചെറിയ മനുഷ്യനുണ്ടല്ലോ, വലിയൊരു മനസ്സുമായിട്ട് നടക്കുന്ന അദ്ദേഹം എന്നെ വിളിക്കുകയും എൻ്റെ കാര്യങ്ങളിൽ അന്ന് ആ സാഹചര്യത്തിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഒരു കാരണവശാലും നിങ്ങളോ കുട്ടികളോ പട്ടിണിക്ക് കിടക്കരുത്, ഭക്ഷണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം, അതുപോലെ സാധനങ്ങൾ മേടിക്കാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെയ്തു തരും. ഇന്ന് ഞങ്ങളുടെ ആവശ്യം അതല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അന്നത്തെ ആവശ്യം ഞങ്ങൾ പറയുകയും അതിൽ അദ്ദേഹം വേണ്ട പോലെ ഇടപെട്ട് ഞങ്ങൾക്ക് വേണ്ട പോലെയുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ 5 ജീവനുകൾ നിലനിൽക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി വലിയൊരു പ്രാർത്ഥന ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നും ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടത്. അപ്പോൾ നിങ്ങൾക്കാർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിലൂടെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളാണ്. അവിടെ ആ ഒരു ഭാഗത്താണ് എനിക്ക് വർക്ക് വരുന്നത്. അപ്പോൾ എന്നും അതിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളാണ്. ഒരു തവണ എന്നെ കണ്ടപ്പോൾ കൈ കാണിച്ച് എന്നെ വിളിച്ചു. അദ്ദേഹം പിന്നെ എന്തോ വ്യായാമം ചെയ്ത് വന്ന് ആകെ വേർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. എന്നോട് സംസാരിച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം, നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതുവരെ ഞങ്ങൾ ഫോണിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചില വിവാദ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല, ഞാനോ എൻ്റെ ഫാമിലിയോ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയാണെന്നുള്ളത്. എന്തായാലും അദ്ദേഹം ചെയ്തു തന്ന ആ ഒരു വലിയ ഉപകാരത്തിന് അതിന് ഒരുപാട് നന്ദി പറയുന്നു. ഏതെങ്കിലും ഒരു MLAക്ക് പിന്നെ തോന്നിയിട്ടുണ്ടോ വിരൽ തുമ്പിൽ MLA എന്ന് പറഞ്ഞൊരു പദ്ധതി? ആ ഒരു പദ്ധതിയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അദ്ദേഹം അതിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വിനിയോഗിക്കും. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, വോട്ട് ചോദിക്കാൻ നിങ്ങളുടെ കയ്യിൽ വന്ന് പിടിച്ചിട്ടും ഷൈക്കൻഡ് തന്നും പോകുന്ന ആളുകളെ പിന്നീട് നിങ്ങൾ എന്തെങ്കിലും കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് പോയി തൊടാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തനാണ് നജീബ് കാന്തപുരം എന്ന് പറയുന്ന ആ മനുഷ്യൻ. അദ്ദേഹത്തിന് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ അങ്ങനെ ഒരു മനുഷ്യന് ജന്മം കൊടുത്ത ആ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.